ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2 വ്യത്യസ്തമായിട്ടുള്ള മിൽക്ക് ഷേക്ക് റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്കത് കണ്ടു നോക്കാം. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പീനട്ട് ബട്ടർ ആൻഡ് ജെല്ലി മിൽക്ക് ഷേക്ക് നമുക്ക് കണ്ടു നോക്കാം. ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ഐസ്ക്രീം മിൽക്ക് റേഷ്യോ, അതായത് എത്ര ഐസ്ക്രീമാണ് എത്ര മിൽക്കാണ്, അത് കറക്റ്റ് രീതിയിൽ എടുത്താൽ മാത്രമായിരിക്കും നല്ല ക്രീമി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് കിട്ടും. അപ്പോൾ മെഷർമെൻറ്റ്സ് എല്ലാം ഏകദേശം കറക്റ്റാക്കി തന്നെ എടുക്കാൻ ശ്രമിക്കാം. റെഡ് കളറിൽ വരുന്ന ഏതെങ്കിലും ഒരു ഫേവററ്റ് ജാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് മിക്സ്ഡ് ഫ്രൂട്ട് ജാം, റാസ്ബെറി ജാം, സ്ട്രോബെറി ജാം, അങ്ങനെ ഏതെങ്കിലും റെഡ് കളർ ഫ്രൂട്ടുള്ള ഏതെങ്കിലും ഒരു ജാം യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് പീനട്ട് ബട്ടർ ആൻഡ് ജെല്ലി മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ജെല്ലിയുടെ ഒരു ടെക്സ്ചറാണല്ലോ ഏകദേശം ജാമിന് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ജാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രോബെറിയുടെ ജാമാണ്. ചെറുതായിട്ടൊന്ന് മൈക്രോവേവിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജാം ഒന്ന് മെൽറ്റായി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ജാം ഇട്ടിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിലും ആ ചൂട് കൊണ്ട് ആ ജാം ഒന്ന് മെൽറ്റായിക്കോളും. അങ്ങനെയും ആ ജാം ഒന്ന് മെൽറ്റായി കിട്ടും. അതിനുശേഷം ഇതുപോലെ ഗ്ലാസ്സിന് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് നല്ലൊരു ക്വാളിറ്റി വെനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1/4 കപ്പ് വെനില ഐസ്ക്രീമാണ്. ഞാനിതിലോട്ട് ഒരു 1/3 കപ്പ്, അതായത് 1/3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലത്തെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ പീനട്ട് ബട്ടർ അതൊരു 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഗ്ലാസ്സിനുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ ഗ്ലാസ്സാണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി എടുത്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഈ പീനട്ട് ബട്ടറും വെനില ഐസ്ക്രീമും ഒരു കിഡിലൻ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള വിപ്പ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പ് ക്രീം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതും കൂടി ഇടുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ ആ സ്റ്റാർബക്സിൽ നിന്ന് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ലുക്കും അതേ ടേസ്റ്റും വരും. ഇനി നമുക്ക് നമ്മുടെ ജെല്ലി, അതായത് മെൽറ്റ് ചെയ്ത സ്ട്രോബെറി ജാം, അത് നമുക്ക് കുറച്ച് തന്നെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. കിഡിലൻ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സോൾട്ടഡ് കാരമൽ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സോൾട്ടഡ് കാരമൽ സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് ഒരു 3 വലിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല, എന്നാൽ ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കുക, കാരണം കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഇതുപോലെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോ കളറായി കഴിഞ്ഞപ്പം ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുക, അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. 5 വലിയ ടീസ്പൂൺ ക്രീം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇതിനെ സോൾട്ടഡ് കാരമലാണ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് ഇതിലോട്ട് ചേർക്കാൻ പോവാണ്. ഒരുപാട് ഉപ്പ് ചേർക്കരുത് കേട്ടോ, നിങ്ങൾ കുറച്ച് ചേർക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കാരണം ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് വായ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട്, കാരണം ഭയങ്കര ഉപ്പായി പോകും. ചെറിയൊരു ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓഫ് ചെയ്യുക, തണുക്കാനാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സോൾട്ടഡ് കാരമൽ സോസ് ഒന്ന് തണുക്കണം കേട്ടോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോഴായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടാം. ഓക്കെ, ഏതൊക്കെയായാലും ഞാൻ കുറച്ചെടുത്ത് നമ്മൾ നേരത്തെ ജെല്ലി ഇട്ടോണം അല്ലെങ്കിൽ ജാം ഇട്ടോണം തന്നെ ഈ ഗ്ലാസ്സിന് ചുറ്റും നമ്മൾ ഈ സോൾട്ടഡ് കാരമലിൻ്റെ സോസ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു ഗുഡ് ക്വാളിറ്റി വെനില ഐസ്ക്രീം 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചേർത്തോളം തന്നെ ഇതിലോട്ട് ഒരു 1/3 കപ്പ്, അതായത് 1/3 കപ്പ് പശുവിൻ പാല് ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം നല്ല തണുത്തിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും നന്നായി കിട്ടുക. അത് പ്രത്യേകം അത് ഞാൻ പറയാൻ പറഞ്ഞു നേരത്തെ. പാലും നന്നായിട്ട് തണുത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക.
ഒരു ചെറിയൊരു ടീസ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊരു കിറ്റ്കാറ്റ് ഫ്ലേവർ ആണല്ലോ നമ്മൾ ചെയ്യണത്, അതുകൊണ്ട് ഇതിലോട്ട് 1-2 കഷ്ണം കിറ്റ്കാറ്റും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തായിരുന്നു, പക്ഷെ നമ്മുടെ സോൾട്ടഡ് കാരമൽ ചേർക്കാൻ വിട്ടുപോയിട്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഇതും കൂടെ ചേർക്കും. 1 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ സോൾട്ടഡ് കാരമൽ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിറ്റ്കാറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാൾട്ടീസർ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഗാലക്സി ഇതൊക്കെ ഇട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് ആക്കാം. കുറച്ച് വിപ്ഡ് ക്രീം ഇട്ട് കൊടുക്കുക. കുറച്ച് സോൾട്ടഡ് കാരമൽ സോസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 വ്യത്യസ്തമായ മിൽക്ക് ഷേക്ക് റെസിപ്പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നെങ്കിൽ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you so much for watching. Bye.